ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നാട്ടിലേക്ക് പോരുന്നതിൻ്റെ 2-3 ദിവസം മുമ്പായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ നാട്ടിലേക്ക് പോരുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ടാക്കി തരാനും കൂടി മറക്കരുത്. അപ്പോൾ നമ്മൾ നേരെ അബീക്കാൻ്റെ കടയിലേക്കാണ് പോയിട്ടുള്ളത്. അവിടെ കുറച്ച് സമയം ഞാൻ അബീക്കാനെ വെയിറ്റ് ചെയ്ത് വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാളിലേക്ക് പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലേക്ക് പോരുമ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പം അതിനായിട്ട് മാളിലേക്ക് പോവുകയാണ് ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, പോയി നോക്കട്ടെ, കിട്ടുമോ ഇല്ലയോ നമുക്കറിയില്ല കേട്ടോ. കുറച്ച് അധികം തന്നെ തിരഞ്ഞ് അങ്ങനെയൊക്കെ നോക്കിയാലാണല്ലോ നമുക്ക് അവിടുന്ന് ഡ്രസ്സ് സൈസായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ച മോഡലൊന്നും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്തായാലും 2-3 ദിവസം തന്നെ അതിനൊക്കെ മെനക്കെട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പം പോരുന്നതിൻ്റെ തലേന്ന് പറയുമ്പോൾ നല്ലോണം തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ 2-3 ദിവസം മുന്നേ തന്നെ ഡ്രസ്സ് എടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. ഡ്രസ്സ് മാത്രം എടുക്കാനാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നില്ല, നമുക്ക് പർദ്ദയും അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സൂക്കിൽ തന്നെ എടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മാളിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. സിനുക്കുട്ടി കുറച്ച് അധികം തന്നെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിച്ച് കൊണ്ടുവരണമല്ലോ. അപ്പോൾ അതിനായിട്ട് എന്തായാലും മാളിലേക്കൊന്ന് പോകണം. അപ്പം പിന്നെ നമ്മൾ എന്താ വിചാരിച്ചത്, സൂക്കിൽ നിന്ന് ഡ്രസ്സൊന്നും എടുക്കണ്ട, ഇവിടെ മാളിൽ വന്നിട്ട് നല്ല ടൈപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ മാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് ക്രീമും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. സിനുക്കുട്ടി ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ നല്ല റേറ്റുള്ള സാധനങ്ങളാണ്. അങ്ങനെ 1-2 എണ്ണമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നെക്സ്റ്റ് ഡേ ഇറങ്ങുകയാണ് കേട്ടോ. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1-2 ദിവസം കൊണ്ട് തീരുന്നതല്ല. ഇതിപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ആണെങ്കിലും നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നതിൻ്റെ ആണെങ്കിലും ഒക്കെ തന്നെ എങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ദിവസങ്ങൾ മുന്നേ തന്നെ അങ്ങനെ ഒരുങ്ങൽ തുടങ്ങും. നമുക്ക് ഓരോരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടും എടുത്തു വെച്ചിട്ടും എല്ലാം സെറ്റാക്കി അന്ന് പോരുന്ന അന്ന് മാത്രമേ നമ്മളൊന്ന് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അതുവരേക്കും നമുക്ക് വാങ്ങലും എടുത്തു വെക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ പണികൾ തന്നെ ആയിരിക്കും, തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഇന്നലത്തെ കുറച്ച് പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ച ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ട്. അങ്ങനെ ഹോം സെൻറ്ററിലേക്കൊന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇടയ്ക്കൊക്കെ നല്ല എന്താ പറയുക ഓഫറും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. ഇപ്പോൾ യോമിൽ ബത്തിൻ്റെ സമയമൊക്കെ അതിനെക്കൊണ്ട് ഓഫർ ഉണ്ടാവുന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ. മുമ്പൊക്കെ അങ്ങനെ ഓരോരോ സാധനങ്ങൾക്ക് നമുക്ക് ആ ഒരു സമയത്തൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ എന്താ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് കയറിയിട്ടുള്ളതാണ്. അപ്പോൾ കയറി നോക്കുമ്പോൾ വലിയ ഓഫറും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ഓഫറൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ 2-3 സാധനങ്ങളൊക്കെ അവിടുന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ചങ്ങ് പോകാമെന്നല്ലാതെ ഒരു മാർഗ്ഗം ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ള സെറ്റുകളാണ് കേട്ടോ. അപ്പോൾ എന്നാലും വേണ്ടിയില്ല, അവിടെ നിന്ന് ജസ്റ്റ് അത് നോക്കിയിട്ട് വല്ല മാറി പോകുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുന്നൊക്കെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് പാത്രങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒറ്റക്കാണല്ലോ ഇപ്പോൾ നാട്ടിലേക്ക് പോരുന്നു. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ കുറച്ചേ കൊണ്ടുപോരാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങിച്ച് റൂമിൽ വെറുതെ നമ്മൾ ഇട്ടിട്ട് കാര്യമില്ലല്ലോ.
ഇപ്പോൾ വാങ്ങിച്ച് വെച്ച് തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി തന്നെ നമുക്ക് കൊണ്ടുപോരാനായിട്ട് പറ്റൂല. അപ്പോൾ പറ്റുന്നതൊക്കെ കൊണ്ടുപോരാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനത്തെ പാത്രങ്ങളൊന്നും വാങ്ങാനായിട്ട് നിന്നിട്ടുമില്ല. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് പോരുകയാണ്. അൽഹംദുലില്ലാ അങ്ങനെ നമ്മളെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഒരുവിധം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഡേ നമുക്ക് ഉംറക്കായിട്ട് മക്കയിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പം അതിൻ്റെ മുന്നായിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തീർത്ത് വെച്ചാൽ പിന്നെ ഈ അവിടെ നമുക്ക് എന്താ പറയുക, ഉംറ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും നമുക്കൊന്ന് ക്ഷീണം മാറ്റാനൊക്കെ വേണമല്ലോ. അപ്പോൾ അത്രക്കല്ലേ ടൈമുള്ളൂ ഇനി പോരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉംറയൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. പോരുന്ന വഴി ഇതാ അൽബേക്കൊക്കെ വാങ്ങിയിട്ട് കഴിക്കാനായിട്ട് ഇവിടെ നിർത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ രാത്രി 2 മണിയായിട്ടുണ്ട്. നമുക്ക് ഫുഡ് കിട്ടുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നതായിരുന്നു. എന്തായാലും അൽബേക്കിൻ്റെ കടയൊന്നും പൂട്ടിയിട്ടില്ല. അങ്ങനെ അവിടുന്ന് അൽബേക്കൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഇതാ തിരിച്ച് തായ്പിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ നമ്മളിതാ പെട്ടിയൊക്കെ എന്താ പറയുക സെറ്റാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പം അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ എന്താ സെറ്റാക്കി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറേ അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലംബ്രക്കൊക്കെ പോയി വന്നിട്ടുള്ള തുണികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അലക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാം അലക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന് കേട്ടോ. പിന്നെ കുറേ അധികം ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം എന്താ പറഞ്ഞാൽ ഞാൻ എൻ്റെ ട്രോളിയിലേക്ക് വെക്കാനുള്ള സാധനങ്ങളൊക്കെ കുറേയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ 7 കിലോനെ നമുക്ക് പറ്റുള്ളൂല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാൻഡ് ബാഗ് 7 കിലോനൊന്നുമല്ല 10 കിലോ പോലെ ആയിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചിട്ട് കുറേ അങ്ങോട്ട് വെക്കും, കുറേ ഇങ്ങോട്ട് വെക്കും, അങ്ങനെ ആയിട്ട് 7 കിലോന് തന്നെ എന്താ പറയുക കറക്റ്റായിട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഒരു സുമാർ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ അബീക്ക വന്നിട്ട് അങ്ങനെ നോക്കിയിട്ട് മാറ്റാമെന്നൊക്കെ വെച്ച് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അലക്കാനുള്ളത് കുറച്ച് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ട്രിപ്പ് ഞാൻ അലക്കി ചിക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അബീക്ക വാങ്ങി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ ഞാൻ പോന്ന് കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസമൊക്കെ അബീക്കക്ക് ഇത് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അബീക്കക്ക് ഭയങ്കര മടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ എന്താ സെറ്റാക്കി കൊടുത്താൽ പിന്നെ വേഗത്തിൽ തന്നെ എന്താ പറയുക കുക്കറിലേക്കോ ചട്ടിയിലേക്കോ ഒക്കെ ഇട്ട് വേവിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 ദിവസം എങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്.
അങ്ങനെ നമ്മുടെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അലക്കലൊക്കെ ഇവിടെ ജോറായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന് കഴിച്ചിട്ടുള്ളതാണ്. എല്ലാം കൂടി ഇന്നിപ്പം തിരക്കിൽ നടക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മനും അഭിപ്രായം കൂടി നമ്മളെ പെട്ടിയൊക്കെ ഒന്ന് ചുറ്റി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതൊക്കെ കറക്റ്റിന് തന്നെ ആണ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ ഹാൻഡ് ബാഗ് മാത്രമാണ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടും ലഗേജ് കറക്റ്റ് തൂക്കായി കിട്ടാത്ത കേട്ടോ. പിന്നെ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ ഇനി നമുക്ക് വൈകുന്നേരം ഒരു 5-5:30 ആകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 5:30-6 മണിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്തായാലും ലേറ്റ് ആവും, കുറച്ച് നേരത്തെ ആണെന്ന് പറഞ്ഞാലും. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്, പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അബീക്കാരൊക്കെ അങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ, പോകുന്നത് പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം പെട്ടികളൊക്കെ ഇറക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം ഇറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും സങ്കടങ്ങളൊക്കെ ഒരുപാട് ഓർമ്മകളെല്ലാം ഉള്ള ഒരു നേരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിൽ ഒതുക്കി യാത്രയ്ക്ക് ഇറങ്ങുകയാണ്. അൽഹംദുലില്ലാ. മാഷാ അല്ലാഹ്, ഇപ്രാവശ്യത്തെ വരവും പോക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ മക്കളും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് വരവും പോക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഞാനും മക്കളും കൂടിയാണ് പോവുക, അല്ലെങ്കിൽ മക്കളും ഞാനും അബീക്കായും കൂടി എല്ലാവരും കൂടി ഒന്നിച്ചാണ് ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഒരുപാട് തവണ പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇപ്പോൾ 1-2 തവണയാണ് ഞാനും മക്കളും സ്വന്തമായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ തനിച്ചാണ് ഇറങ്ങാനായിട്ട് പോകുന്നത്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. എന്തായാലും തവക്കൽത്തു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടി കയറാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടുന്ന് ഇവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ ഇതാക്കുന്നുണ്ട്. പക്ഷേ അവരൊക്കെ പറയുമ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം വരികയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയാണല്ലോ ഇറങ്ങുന്ന സമയത്ത്. അങ്ങനെ നമ്മളെ പാർക്കും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ജസ്റ്റ് കണ്ടതിന് ശേഷം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്. അവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ചങ്കടറുകയാണ്. അപ്പോൾ അതങ്ങനെയാണല്ലോ, എല്ലാവർക്കും ഉണ്ടാകുന്നതാണല്ലോ അല്ലേ നമുക്ക്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ ചുരത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ ജിദ്ദയിലെത്തുമ്പം കുറച്ച് ടൈം അധികം ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നേരം വൈകിട്ടൊന്നുമില്ല, കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കളിയാക്കുന്നുണ്ട്, അതും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര കരച്ചിൽ വരികയാണ് കേട്ടോ. അവരൊക്കെ അങ്ങനെ രസമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് എന്തോ ഒരു ടെൻഷനാണല്ലോ. അപ്പോൾ അവരെ ഇവിടുന്ന് വിട്ട് പോകുന്നതിനുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ജിദ്ദയിലെത്തിയിട്ടോ. ജിദ്ദയിലെത്തിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മൾ യാത്രയൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണെങ്കിലും റീൽസും കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടുന്നൊന്നും മുടക്കാറില്ല. അപ്പം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റിലാക്സ് ആയതിന് ശേഷം ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനും അബീക്കയും കൂടി മാത്രമാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അബീക്കാൻ്റെ ഫ്രണ്ട് ഷർഫിയ തന്നെ നിന്നിട്ടുണ്ട്. തിരിച്ച് പോരുമ്പോൾ അങ്ങനെ അവർ പോയിക്കോളാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സങ്കടക്കൊട്ടകളായിട്ട് ഇങ്ങനെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ അവിടുന്ന് പോരുമ്പം ഹസ്ബൻഡിൻ്റെ കൂടെ പോരുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. അതല്ലാതെ നമ്മൾ തനിച്ച് പോരുക, അവരെ അവിടെ ആക്കിയിട്ട് പോരുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് അവർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല, ആർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് മാത്രമേ അതിൻ്റെയൊക്കെ ഒരു ഫീലിങ്സൊക്കെ പറഞ്ഞാലും അനുഭവിച്ചാലൊക്കെ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അതെല്ലാം മനസ്സിലൊതുക്കിയിട്ട് അങ്ങനെ നമ്മളിതാ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. എയർപോർട്ടിലെത്തിയതിന് ശേഷം അബീക്ക ഒറ്റക്കനാണ് പെട്ടിയും കാര്യങ്ങളൊക്കെ ഇറക്കാനുള്ള കേട്ടോ. അപ്പോൾ അതൊക്കെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ റൂമിൽ നിന്ന് പെട്ടിൻ്റെ പുറത്ത് പേര് എഴുതാനായിട്ട് മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്, എയർപോർട്ടിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഹബീക്ക പേരൊക്കെ എഴുതി തരാൻ എന്തെങ്കിലും ഒരു അടയാളം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് ലഗേജ് എടുക്കുന്നിടത്തുനിന്നൊക്കെ എളുപ്പമായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാണുന്ന വിധത്തിലൊക്കെ അങ്ങനെ പേരൊക്കെ എഴുതി വെക്കുകയാണ്. എങ്ങനെ പോകും നമ്മുടെ
ലഗേജൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് തൂക്കമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഗേജും കാര്യങ്ങളൊക്കെ വിട്ടതിന് ശേഷം നമ്മളിതാ എല്ലാം ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയതിന് ശേഷം ഫ്ലൈറ്റിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലമാണ് അവിടെ. അത് കഴിഞ്ഞ് നമ്മളിതാ ഫ്ലൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഒറ്റക്കാകുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതാ ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് ഒന്നും കൂടി ടെൻഷൻ ആവാനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് വിട്ട് പോവല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ടെൻഷൻ. പിന്നെ അങ്ങനെ നമ്മളിതാ രാത്രിയാണല്ലോ പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കൊന്നും വരില്ല ഫ്ലൈറ്റിൽ കയറിയാലും. ആദ്യമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ ഉറങ്ങിപ്പോയിനിപ്പോൾ ഫ്ലൈറ്റിൽ കയറി അങ്ങനെ ഉറക്കൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉറക്കൊന്നും വരാതെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ചിന്താവിഷ്ടയായി അങ്ങനെ ഇരുന്ന് അൽഹംദുലില്ലാ നമ്മൾ നാട്ടിൽ ഇതാ പുലർച്ചെ സമയത്ത് ലാൻഡ് ചെയ്യാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ നാട്ടിലെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു രസമാണല്ലേ. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മക്കളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾ ഇവിടെ പുറത്ത് കാത്ത് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോരാനും പറ്റുമല്ലോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.